മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഈ മോതിരവളയമിട്ട കപ്പ നടുന്നതിനെ സംബന്ധിച്ച് ഒരുപാട് പേര് ചോദിച്ചതിനുള്ള സംശയങ്ങളുടെ പരിഹാരം, ആ സംശയങ്ങളുടെ നിവൃത്തി വരുത്തുകയാണ് ചെയ്യുന്നത്. ഒപ്പം ഇതുവരെ കണ്ടില്ലാത്തവർക്ക് ഇത്തരത്തിലുള്ള കപ്പ നടാനുള്ള ഒരു താല്പര്യം ഉണ്ടാക്കിയെടുക്കുക, അതിൻ്റെ പ്രയോജനം മനസ്സിലാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആൾക്കാർ ചോദിച്ച ഒന്നാമത്തെ സംശയം എന്ന് വെച്ചാൽ, നമ്മൾ മോതിരവള എന്താണ്, ഈ വേരിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഞാൻ മോതിരവളയ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മോതിരവളയ ഉണ്ടാക്കിയ ആ ഭാഗത്ത് നോക്കിയാട്ട് ധാരാളം വേരുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ വേരുകൾ മൊത്തം കിഴങ്ങായിട്ട്, അതായത് കപ്പ ആയിട്ട് മാറുന്ന ആ വേരുകളാണ് ഇത് ചുറ്റുമുള്ളത്. കണ്ടോ, ഇവിടെ ഞാനിത് കട്ട് ചെയ്ത് കളഞ്ഞാണ്, കാരണം ഇവിടെ വേര് പിടിപ്പിച്ചിട്ടില്ല. കട്ട് ചെയ്ത് കളയുക, അതായത് മുറിച്ച് കളയെന്ന് പറയുമ്പോൾ ഞാൻ ആക്സോ ബ്ലേഡ് കൊണ്ടാണ് ഇത് മുറിക്കുന്നത്. ആക്സോ ബ്ലേഡ് മുറിക്കുന്നതന്നെ നല്ല നിരപ്പായിട്ട് ഇങ്ങനെ മുറിച്ച് കിട്ടും. അവിടെ പാടൊന്നും വരത്തില്ല, ഏറ്റക്കുറച്ചിൽ വരത്തില്ല. അപ്പം ഇതിൻ്റെ കൂട്ട് തന്നെ, ഈ കിഴങ്ങുണ്ടായതിൻ്റെ കൂട്ട് തന്നെ ഇതിന് ചുറ്റും ഇങ്ങനെ വേരുകളുണ്ടായി 2 തട്ടായിട്ട് കപ്പ ഉണ്ടാവും. അപ്പം അതിന് മറ്റൊരു സംശയം ആൾക്കാർ ചോദിച്ചത്, ഈ 2 തട്ടായിട്ടുണ്ടാകുന്നുണ്ടേ ഇത് അങ്ങ് ഉണങ്ങിപ്പോത്തില്ലയോ, അതായത് ഈ തടി അങ്ങ് ഉണങ്ങിപ്പോത്തില്ലയോ, ഈ കമ്പ് ഉണങ്ങിപ്പോത്തില്ലയോ ചോദിക്കും. ഒരിക്കലും ഉണങ്ങിപ്പോത്തില്ല. ഇത് നോക്കിയാട്ട് നമ്മൾ ഒരു കണ്ണിന് 1-2 കണ്ണിന് മുകളിൽ വെച്ചാണ് ഈ മോതിരവളയം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കണ്ണുകൾ എന്ത് ചെയ്യും, അവിടുന്ന് ഒരു കിളിപ്പുണ്ടായി അത് കിളിച്ച് മേപ്പോട്ട് വളർന്നിരിക്കും. അപ്പം ഇത് രണ്ടും നമുക്ക് പറിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. ആ സംശയങ്ങൾക്കൊരു പരിഹാരമായല്ലോ. പിന്നെ മറ്റൊരു സംഗതി ഉള്ളത്, ചില ആളുകൾ പറയുന്നുണ്ട്, അവർ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ രീതി കാണിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കി, അപ്പം ഒരു 5 കിലോ ചീനിക്കിഴങ്ങ് മാത്രമേ കിട്ടിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ, ഈ 5 കൊല്ലത്തിന് മുമ്പോ 10 കൊല്ലത്തിന് മുമ്പോ അല്ലെങ്കിൽ ഇപ്പോഴോ എപ്പോൾ തുടങ്ങിയാലും 2-3 കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. ഒന്ന്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന മാതൃസസ്യം അത് ഏതിനമാണ്. ഇത് സുമോ എന്ന് പറയുന്ന കപ്പ ഇനത്തിൽപ്പെട്ട കമ്പാണ്. അപ്പം ആ കമ്പനി, ഇപ്പം ഒരു ആൾക്ക് 1000 മൂട് കപ്പയുണ്ടെങ്കിൽ ആ കപ്പയിൽ എല്ലാത്തിനും ഒന്നും തുല്യ അളവിൽ അല്ലെങ്കിൽ എല്ലാത്തിനും തുല്യ തൂക്കത്തിലുള്ള കപ്പക്കിഴങ്ങായിരിക്കത്തില്ല കിട്ടുന്നത്, ചീനിക്കിഴങ്ങായിരിക്കത്തില്ല. പകരം പല കപ്പ ചെടികൾക്കും പല തരത്തിൽ തൂക്കമുള്ള കിഴങ്ങുകളാണ് കിട്ടുന്നത്. അതിൽ ഏറ്റവും നല്ല ഒരു മാതൃസസ്യം, ഏറ്റവും കൂടുതൽ ആദായം കിട്ടിയ, തൂക്കത്തിൽ കപ്പ കിട്ടിയ ഒരു മാതൃസസ്യത്തിൻ്റെ കമ്പ് വേണം അല്ലെങ്കിൽ തണ്ട് വേണം നമ്മൾ നടാനായിട്ട് തിരഞ്ഞെടുക്കാൻ എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു തണ്ട് കൊണ്ട് ഇതുപോലെ ചെയ്താൽ കാര്യം കിട്ടത്തില്ല. കാരണം മാതൃസസ്യമായിട്ട് ഈ ഇതിന് ഓരോ വിത്തിനും മാതൃസസ്യമായിട്ട് ബന്ധമുണ്ടെന്ന കാര്യം നമ്മൾ ഓർക്കണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നോക്കിയാട്ടെ, ഇത് ഇത്രയും കൂനയാണ്, വലിയൊരു കൂനയാണ് ഞാനിവിടെ കൂട്ടിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ 2 തവണയായിട്ട് എല്ലുപൊടിയും പിന്നെ ചാരവും കൂടിയിട്ട് നല്ല ഭംഗിയായിട്ട് മണ്ണ് യോജിപ്പിച്ചിട്ടുണ്ട്. ആ കാരണം എന്ന് വെച്ചാൽ, ഇത്രയും ഈ കിഴങ്ങ് വളർന്നു വരണം, ഈ സസ്യം, ഈ കപ്പ ചീനി മേപ്പോട്ട് വളർന്നു വരണം, ഇതിനൊക്കെ ആവശ്യമായ വളം നമ്മൾ ഇട്ട് കൊടുക്കണം. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ സംശയങ്ങൾക്ക് ഉള്ള മറുപടി ആയാലും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒരാൾ ചെയ്യുന്ന കണ്ടുകൊണ്ട് അങ്ങ് ചെയ്താൽ മാത്രം നമുക്കതിൽ നിന്ന് ആദായം കിട്ടത്തില്ല. പകരം ഞാൻ ഈ ചെയ്യുന്ന ഈ കൃഷി അല്ലെങ്കിൽ ഈ കപ്പ അല്ലെങ്കിൽ പാവന പയറെന്തായാലും എനിക്ക് പ്രയോജനപ്രദമാകുന്നു, എനിക്ക് നല്ല ആദായം കിട്ടുന്നു, എനിക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ കഴിയുന്നു, ഞാൻ കൃഷിയെ സ്നേഹിക്കുന്നു, ഞാൻ കൃഷിയെ ഇഷ്ടപ്പെടുന്നു, ഞാൻ നല്ലൊരു കൃഷിക്കാരനാണ്, എൻ്റെ കൃഷി വൈദഗ്ധ്യം കണ്ട് മറ്റുള്ളവർ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടാക്കിക്കൊണ്ട്, ആഗ്രഹം നിലനിർത്തിക്കൊണ്ട്, അതായത് ഞാൻ ഈ നടുന്ന കപ്പ നല്ല ഒരു കപ്പയായിട്ട് മാറുന്നു, ഇത് കപ്പ പറിക്കുന്നുണ്ടെങ്കിൽ, ഇത് വിളഞ്ഞ് കപ്പ പറിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് 25 കിലോ കപ്പ കിട്ടുന്നു എന്ന ഒരാഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവണം. അല്ലാതെ നമ്മളിതൊന്നുമില്ലാതെ, ഒരാഗ്രഹമില്ലാതെ ചുമ്മാ എവിടെയെങ്കിലും കപ്പ നട്ട് വെച്ചു, പിന്നെ അത് പിഴാൻ ചെയ്യണമെങ്കിൽ അതിനകത്തൊന്നും ഒന്നും കാണത്തില്ല. ചിലപ്പോൾ അത് എലിയോ പന്നിയോ എന്തെങ്കിലും കൊണ്ടുപോകുകയും ചെയ്യും. ഏതൊരു സംഗതി ആയാലും നമ്മളെ മനസ്സിൽ അതിനോട് താല്പര്യം ഉണ്ടാകുമ്പോഴും, നമ്മുടെ മനസ്സിലാണ് ആഗ്രഹം. നമുക്ക് എന്തിനെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം ആണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഫലം ഉണ്ടാക്കി തരുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടാത്ത ഒരു സത്യം. നമ്മുടെ മനസ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് അത് മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ മനസ്സെന്താണോ ആഗ്രഹിക്കുന്നത് അത് മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഞാൻ അതെല്ലാം കൂടെ പറയാനാണ് ഇത് ഇത്രയും രീതിയിൽ ഞാൻ ഇങ്ങനെ നടത്തിയത്. കണ്ടോ, അപ്പോൾ നമ്മൾ ചെയ്യുന്നു, ഞാൻ നല്ല രീതിയിൽ വളമൊക്കെ ഇട്ടു,
നല്ല രീതിയിൽ മണ്ണും വളവുമായിട്ട് യോജിപ്പിച്ചു. ഒരു കപ്പത്തണ്ട് എനിക്ക് കിട്ടി. നല്ലൊരു ഇനത്തിൽപ്പെട്ട കപ്പത്തണ്ടാണ് കിട്ടിയത്. ഈ കപ്പത്തണ്ട് ഞാൻ നടുകയാണ്. ഇത് ഞാൻ കൃത്യമായ രീതിയിൽ വളം ചെയ്യും. ഇതിനെ ഞാൻ എല്ലാ ദിവസവും അവൻ്റെ അടുത്ത് പോയി നോക്കും. അതിനുശേഷം ഇത് 9 മുതൽ 10 മാസം കഴിയുന്നുണ്ടെങ്കിൽ ഇത് വിളയും. ഞാൻ എടുക്കും. അന്നേരം ഇതിൽ നിന്നും എനിക്ക് 25 കിലോ ശീലിക്കിഴങ്ങ് അഥവാ കപ്പക്കിഴങ്ങ് കിട്ടും എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ശരിക്കും ഉറപ്പിച്ചുകൊണ്ട് അത് നടക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് വേണം നമ്മളിത് കപ്പ നടാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ വിശ്വസിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കൂനയ്ക്കകത്ത് ഇത് കുത്തി അങ്ങ് ഇറക്കരുത്. പലരും അങ്ങനെ ചെയ്യുന്നത്. ഒരിക്കലും ഇത് കുത്തി ഇറക്കരുത്. കാരണം ഈ ഇവിടെല്ലാം കോശങ്ങളുണ്ട്. ഈ തന്നെയല്ല, ഇത് മുറിച്ചപ്പോഴേ ഇവിടെല്ലാം ഇതിൻ്റെ കറ വന്നിട്ടുണ്ട്. ആ കറയിലൂടെയാണ് ഈ വേരുകൾ ഇറങ്ങുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, കൈ കൊണ്ട് തന്നെ ഇങ്ങനൊരു കുഴിയെടുത്ത് അതിനകത്തോട്ട് ഉണക്കുക. കാരണം മണ്ണ് നല്ല മൃദുവായിട്ട് കിടക്കുക. പിന്നെ മറ്റൊരു ആൾക്കാർ പറയുന്നുണ്ട്, ഇത് തറയിൽ കുത്തി കത്താൾ കൊണ്ട് അഥവാ കത്താൾ കൊണ്ട് വേണം ഇത് വെട്ടുകത്തി കൊണ്ട് മുറിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകളങ്ങൾ അറിയാൻ പറ്റത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ചുമ്മാതെ പറയുകയാണ്. കാരണം നമ്മളൊരു കമ്പെടുത്ത് നോക്കിയാലാണ് മുകളങ്ങൾ തിരിച്ചറിയുക. ഇവിടെ മുകളങ്ങളാണ്. തിരിച്ചു വച്ചാൽ കണ്ടോ, ഓട്ടോമാറ്റിക്കലി നമുക്കറിയാൻ സാധിക്കും. അതൊരു മനുഷ്യൻ്റെ സ്വാഭാവികമായ ഒരു രീതിയാണ്. അതിന് നമ്മൾ വലിയ വിദ്യാഭ്യാസമൊന്നും വേണമല്ലോ അതൊക്കെ കണ്ടുപിടിക്കാൻ. അപ്പം ആക്സോ ബ്ലേഡ് കൊണ്ടാണ് നമ്മൾ മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇത് നടാൻ പോവുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കിയാൽ അപ്പോൾ ഇത് നമ്മൾ നട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. കൃത്യമായ ഇടവേളകളിൽ ഒരു 3 വളം, അതായത് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചാൽ നമുക്ക് കിട്ടുന്ന തരത്തിൽ ഒരു 5 കൈ ചാരം ഇതിൻ്റെ ചുവട്ടിൽ വിതറി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചാൽ കിട്ടുന്ന തരത്തിലുള്ള 2 കൈ എല്ലുപൊടി ഇതിൻ്റെ ചുവട്ടിൽ വിതറി കൊടുത്ത് മണ്ണ് ഇളക്കി കൊടുക്കണം. മണ്ണ് ഇളക്കുക എന്ന് പറഞ്ഞാൽ മണ്ണ് കൂട്ടിക്കൊടുത്താലും മതി, നല്ല കൂനയാവണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, സുമ കപ്പ എന്ന് പറയുന്നത് ചീനികളുടെ കപ്പകളുടെ രാജാവാണ്. നല്ല രീതിയിൽ ഉൽപ്പാദനം കിട്ടുന്ന കപ്പയാണ് സുമോ കപ്പ എന്ന് പറഞ്ഞാൽ. അപ്പം അതിന് ശരിക്കും മണ്ണ് കൂട്ടിക്കൊടുത്തെങ്കിൽ മാത്രമേ ആ കിഴങ്ങുകൾ, ഇപ്പോൾ തന്നെ ഇതിൻ്റെ കിഴങ്ങുകൾ നിങ്ങൾ കണ്ടോ, ആ വേരുകൾ അതെല്ലാം വ്യാപിച്ച് വളരാൻ സാധിക്കത്തുള്ളൂ എന്ന കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഒട്ടനവധി സംശയങ്ങൾ മാറിക്കാണെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും നിങ്ങളുടെ സ്നേഹപൂർണ്ണമായ സംശയങ്ങൾ ഒക്കെ വീണ്ടും എന്നെ അറിയിക്കുക. ഞാൻ തീർച്ചയായിട്ടും അതിനുള്ള എനിക്ക് അറിയാവുന്ന തരത്തിൽ അല്ലെങ്കിൽ എന്നേക്കാൾ അറിവുള്ള ആളുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് അതിന് മറുപടി തരുന്നതാണ്. അപ്പം ഇത്തരത്തിലുള്ള കൃഷി രീതികൾ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഉള്ള സ്ഥലത്ത് ചെയ്യാൻ പറ്റുന്ന ചിലവ് കുറഞ്ഞ കൃഷി രീതികൾ, ആ കൃഷി രീതികളും കൃഷി കാഴ്ചകളും ഒക്കെ കാണാൻ, അവ മനസ്സിലാക്കാൻ, അവയെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ, പരീക്ഷിച്ച് നോക്കാൻ ഒക്കെ താല്പര്യമെങ്കിലും, അതുപോലെ തന്നെ സമാന ചിന്താഗതിയുള്ളവരിലേക്ക് ഇത് എത്തിക്കാനൊക്കെ താല്പര്യമെങ്കിലും, പ്രിയ സുഹൃത്തുക്കളെ, ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിലും നാളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നാളിതുവരെ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.